تبارك الذي بيده الملك وهو على كل شيء قدير. അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നതായ അല്ലാഹു അവനെത്ര ബറക്കത്തുള്ളവനാണ്, ഐശ്വര്യമുള്ളവനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്, അവൻ അജയ്യനാണ്, അജയ്യനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ലോകത്തേക്ക് നമ്മളെ സൃഷ്ടിച്ചതും നമുക്ക് ശേഷം മരണം നൽകുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ഈ മരണവും ജീവിതവും അല്ലാഹു സമ്മാനിച്ചിരിക്കുന്നത് തന്നെ ലിയബ്ലുവക്കും അയ്യൂക്കും അഹ്സനു അമലാ. ആരാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് ഇബാദത്ത് എടുക്കുന്നത് എന്നുള്ള തിരിച്ചറിയാനാണ് അല്ലാഹു ഈ ദുനിയാവിൽ ഒരു പരീക്ഷണമായിട്ടാണ് ഈ ജീവിതവും ശേഷം മരണവും സമ്മാനിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. സഹോദരങ്ങളെ, ചിന്തിക്കുക, ഇതൊക്കെ ദുന്യവിയായ ജീവിതമാണ്. ഇവിടെ SSLCക്ക് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഏതെങ്കിലും കലാലയങ്ങൾ എന്തെങ്കിലും കായിക കാര്യങ്ങൾക്കൊക്കെ സമ്മാനം കിട്ടുക, അതൊക്കെ ദുന്യാവ് കൊണ്ട് തീർന്നു. പരലോകത്തെ വിജയി ആര്? അതാണ് ഏറ്റവും വലിയ വിജയി. അതിൽ വിജയിക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു. ഏറ്റവും വലിയ വിജയി ആര് എന്നുള്ളത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ആരാണത്? നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടുകയും ചെയ്തിട്ടുള്ളവർ, അവരാണ് വിജയി. അതിനെന്ത് വേണം? അതിന് ഈ ദുന്യാവെന്ന് പറയുന്ന ഇഹലോക ജീവിതത്തിൽ നല്ലതുപോലെ പരിശ്രമിക്കണം. ഇവിടെയാണ് അതിനുള്ള പരിശീലന കളരി. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള കൃഷിയുടെ ഇവിടെയാണ്. ഇവിടെ എന്തെങ്കിലും നന്മ ചെയ്തെങ്കിൽ അത് നാളെ കൊയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിസ്കാരം കറക്റ്റ് ആയിരിക്കണം, ഇവിടെ നോമ്പുകൾ കറക്റ്റ് ആയിരിക്കണം, ഇവിടെ സക്കാത്ത് കറക്റ്റ് ആയിരിക്കണം, ഇവിടെ സ്വതക്ക കറക്റ്റ് ആയിരിക്കണം, ഇവിടെ കുടുംബബന്ധം ചേർക്കണം, ഇവിടെ അയൽവക്ക ബന്ധങ്ങൾ ശാക്തീകരിക്കണം, ഇവിടെ സമൂഹത്തോടുള്ള കടപ്പാടുകൾ ശ്രദ്ധിക്കണം, ഇവിടെ ഭാര്യയോടുള്ള കടപ്പാടുകൾ ശ്രദ്ധിക്കണം, മക്കളോടുള്ള കടപ്പാടുകൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും പരിപൂർണമായ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക. എങ്കിൽ മാത്രമേ നിനക്ക്